ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്. ഇപ്പം നമ്മുടെ അക്ബറും ജിസേലും തമ്മിൽ അവിടെ ലിവിംഗ് റൂമിലെ സോഫയിൽ നിന്ന് വർത്തമാനം പറയുന്നു. വിഷയം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മുടെ ലാലേട്ടൻ വരുന്ന സമയത്ത് ഈ ജിസേലിന്റെയും ആര്യന്റെ ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയത്തെ സംബന്ധിച്ച് അഭിലാഷും ഒനിയനും കൂടെ സംസാരിക്കുന്ന വിഷയമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അക്ബറുമായിട്ട് ജിസേലും ആര്യനും കുറച്ചൊന്ന് അകന്നിരിപ്പുണ്ട്. കാരണം അന്ന് അവരുടെ കൂടെ സംസാരിക്കാൻ അക്ബറും ഉണ്ടായിരുന്നു എന്നൊരു പിന്നെ സീനുകൾ കാണിച്ചായിരുന്നു ബസ്സിനകത്ത്. അതിനെ തുടർന്ന് അപ്പൊ അകന്ന് നിൽക്കുകയാണ് ഇപ്പൊ അവര്. അപ്പൊ ആ വിഷയത്തിൽ ചോദിക്കാൻ വേണ്ടി നമ്മുടെ അക്ബർ ഇന്നലെ രാത്രി ജിസേലിനെ അവിടെ മൈജി കോർണറിൽ വിളിക്കുന്നു. അപ്പം ജിസേലുമായിട്ട് അവിടെ ചെന്നിട്ട് വർത്തമാനം പറയുന്നു. അപ്പൊ ജിസേല് അക്ബറിനോട് ചോദിക്കുന്നത്, നീ എന്റെ ഫ്രണ്ടാണ്, ഫ്രണ്ട് ആയിരുന്നിട്ട് പോലും നീ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് ജിസേൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. നിന്നേക്കാൾ ബെറ്റർ ആയിരുന്നു ഷാനവാസ് എന്നും ഷാനവാസ് എന്നോട് പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് ഇനിയൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട എന്നാണ് അന്ന് പറഞ്ഞതെന്നും പറയുന്നുണ്ട്. അപ്പം അക്ബർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ജിസേലിനോട് ഒനിയലിനോട് ഇക്കാര്യം ചോദിച്ച് വിഷയം ഉണ്ടാക്കുമോ എന്നാണ് ജിസേൽ പറയുന്നത്. അക്ബർ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചതായിട്ട്. അപ്പം ജിസേൽ പറയുന്നത് ഇപ്പൊ ഫാമിലി റൗണ്ട് ആയതുകൊണ്ട്, ഫാമിലിയൊക്കെ വരുന്നത് കൊണ്ട്, പെട്ടെന്ന് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അക്ബറിന് ഒരു കണ്ടന്റ് വേണം. അതിന് എന്റെ ഈ വിഷയത്തെ എടുത്തിട്ട് സംസാരിക്കണം. അതിനു വേണ്ടിയാണ് ഇയാൾ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയതായിട്ട് ജിസേല് ഷാനവാസിനോട് പറയുന്നു. അപ്പം നമ്മുടെ അക്ബറിന്റെ ഫാമിലിയൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോയതല്ല ഉള്ളു. അപ്പൊ ഈ ആഴ്ചയിൽ പെട്ടെന്ന് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അതിനെ തുടർന്ന് പിന്നീട് ജിസേലിനോട് ആരും വിളിച്ച് ചോദിക്കുന്നു, എന്താണ് അവിടെ സംസാരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ജിസേൽ അന്നേരം ഈ വിഷയങ്ങൾ പറയുന്നു. അപ്പൊ ജിസേൽ പറയുന്നുണ്ട്, ചുമ്മാതല്ല അന്നത്തെ ദിവസം എന്ത് ഇവിടെ ആദില് പറഞ്ഞില്ലേ, അതിലെയാണോ ആര്യനും ആരണ്ട് പറഞ്ഞില്ലേ ജിസേലും വീട്ടിനുള്ളിൽ ഒരു ഊഞ്ഞാല് പോലെയാണെന്ന്. നിവൻ പറഞ്ഞു ഊഞ്ഞാല് പോലെയാണെന്ന്. എന്ന് വെച്ചാൽ ആരെങ്കിലും ആട്ടണം, ആട്ടിയില്ലെങ്കിൽ ആടത്തില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരാളാണെന്ന്. അത് കറക്റ്റ് ആണെന്ന് ജിസേല് പറയുന്നുണ്ട്. പിന്നെ അതേക്കുറിച്ചാണ് ഈ ഷാനവാസിന് പിന്നെ ഇതൊരു കിട്ടിയ അവസരമില്ല. ഷാനവാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അക്ബറിനെ തകർക്കാനായി പറ്റുന്ന പോയിന്റുകൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അതെല്ലാം കളക്ട് ചെയ്യുന്നതാണ് അല്ല ഷാനവാസിന്റെ പ്രത്യേകത. ഷാനവാസ് ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ ആഹാ അങ്ങനെയാണോ, അങ്ങനെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആടി ആടി എന്ന് വെച്ചാൽ ഒരു കുറെ പോയിന്റുകൾ തനിക്ക് കിട്ടിയതിന്റെ ഒരു ലാഘവത്തോടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അക്ബറിനെ തകർക്കാൻ ഏതൊക്കെ രീതിയിൽ